അപ്പോൾ ഞാൻ ഇന്ന് സേമിയ ഉപ്പുമാനായിട്ട് 1.5 കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുക്കാത്ത സേമിയാണ്, ഞാൻ വറുത്തിട്ടൊന്നുമില്ല കേട്ടോ, വറുക്കാത്ത സേമിയ തന്നെയാണിത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട്, ക്യാരറ്റും ബീൻസും പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് എത്രയാണെന്നൊന്നും ഇല്ല, ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ക്യാരറ്റ് ഞാനൊരു പകുതി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ബീൻസ് ഒരു 10 എണ്ണത്തിൻ്റെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് ഞാൻ എടുത്തിരിക്കുന്ന കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഇത് എത്രയാണെന്ന് വെച്ചാൽ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതിന് ചില സൈഡിൽ കടലയെന്നും പറയും. ഇത് കടല ഇല്ലെങ്കിൽ ചിലയിടത്ത് കാണത്തില്ല, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് പിന്നെ ഇതിലേക്ക് ഞാൻ ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു ചെറിയ കഷ്ണം ബട്ടറാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാഷ്യൂവും കടലയും ചേർക്കുകയാണ്. ഞാൻ ഇതിൻ്റെ തൊലി കളയാതെയാണ് ഇട്ടിരിക്കുന്നത്. തൊലി കളയേണ്ടവർക്കത് ഇഷ്ടമില്ലാത്തവർ കളയാം. ഇനി നമുക്ക് ഇതിലോട്ട് ക്യാരറ്റും ബീൻസും സവോളയും എല്ലാം ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം തീയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 2-3 മിനിറ്റ് മതി, കാരണം ഇത് അങ്ങ് പെട്ടെന്ന് അങ്ങ് ഒത്തിരി വഴണ്ട് വെന്ത് പോകുന്നു വേണ്ട. അപ്പം എൻ്റെ കളറൊക്കെ അങ്ങ് ചേഞ്ച് ആവും. ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്കിപ്പോൾ സേമിയ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് കൂട്ടി ഒന്ന് മിക്സ് ചെയ്യുക. 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ സേമിയ എടുത്ത ആ അളവിൽ തന്നെ ഞാനിപ്പോൾ വെള്ളം ഒഴിക്കാൻ പോകും. ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ ഹൈ ഫ്ലെയിമിൽ ഇടുക. ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് മീഡിയം തീയിൽ നിന്ന് അടച്ചു വെക്കണം. അതിന് ശേഷം സേമിയ വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. അപ്പം സേമിയ വേവാനായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റായി ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. അതിപ്പോൾ അതേ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പം ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. അതിന് ശേഷമാണ് ഇത് സേമിയൊക്കെ പെട്ടെന്ന് വേവുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അവസാനം കുഴഞ്ഞു പോകണം. നമ്മൾ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഒഴിക്കത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതേ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ. ഇപ്പം എല്ലാം ഉണ്ട്. അപ്പം അതേ വളരെ സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്പുമാവ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും വേണം. അപ്പോൾ നല്ല റെസിപ്പി ആവുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.